പാർക്കിംഗ് സ്ഥലത്തിന് തൊട്ടപ്പുറത്തായിട്ട് ഉയർന്ന താഴ്ച പ്രദേശത്തേക്കാണ് ബോഡി വീണ് കിടക്കുന്നത്. ആ സ്ഥലത്തേക്ക് കുട്ടി ഒരിക്കലും എത്തിയിട്ടില്ല എന്നതാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ ഈ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം പടികൾ കയറി വന്ന കുട്ടി പിന്നീട് മറ്റേ ഭാഗത്തേക്ക് പോയിട്ടില്ല. കുടുംബാംഗങ്ങൾ ആരും പോയിട്ടില്ല. അവർക്കിടയിൽ നിന്ന് പിന്നെ എങ്ങനെ കുട്ടി മാത്രം എങ്ങനെ പോയി എന്നതാണ്. ഈ മറ്റൊരു സംശയം കൂടിയുള്ളത്, സ്ഥലത്ത് ഭിക്ഷാടകർക്ക് ഒത്തിരി പേര് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംശയകരമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. വ്യക്തത വരുത്തണം. ഇതൊരു സ്വാഭാവിക അപകടമല്ല, മറ്റു ചില ഇടപെടൽ ഉണ്ടായി എന്നതാണ് കുടുംബത്തിൻ്റെ സംശയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മുമ്പ് പലവട്ടം അരിച്ചു പിറക്കിയ സ്ഥലത്ത് ഒന്നും കണ്ടെത്താതിരുന്നിടത്ത് ഇപ്പോൾ പെട്ടെന്ന് ഡെഡ് ബോഡി വന്നതിന് പിന്നിൽ ചില സംശയങ്ങൾ ആ കുടുംബം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും അത് ആ രീതിയിൽ തന്നെ പരിഗണനയുടെ പോവും. ഒരുപക്ഷെ കൂടുതൽ ഇടപെടൽ വേണ്ടി വരും. മലയാളി പെൺകുട്ടിയുടെ ഈ മരണകാരണം എന്ത് എന്നതിലേക്ക് തന്നെ നമുക്ക് അന്വേഷണം നടക്കേണ്ടതുണ്ട്, വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവധിക്കാലമാണ്. നിരവധി ടൂറുകളിലും വിനോദയാത്രകൾക്കും വേണ്ടി കൂട്ടത്തോടെ ആളുകൾ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെടുന്ന, കുടുംബങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായത് മാറുകയാണ്. അതുകൊണ്ട് എന്തായാലും ഇതിലൊരു വ്യക്തത ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഉണ്ടാവണം എന്ന കാര്യം അത് ആശങ്ക പരിഹരിക്കപ്പെടണം. എന്തായാലും എന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ ഇനി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം ഭാഗത്തേക്ക് എത്തിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളുണ്ട്. അന്വേഷണം നടക്കണം പോലീസിൻ്റെ. എന്തായാലും ഇത് കർണാടകയിലടക്കം വലിയ വാർത്തകളിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആ തരത്തിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. എന്താണ് സംഭവിച്ചത്, മലയാളി യാത്രാ സംഘത്തിന് ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടി കൂടുതൽ വ്യക്തത വരേണ്ടി വരുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ആ കുട്ടിയുടെ വലിയച്ഛൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹമാണ് ആ തെരച്ചിൽ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൂടിയാണ്. അദ്ദേഹം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വയ്ക്കും. കാരണം മാണിക്കര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചെരുവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചെരുവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പം ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് പുറമേ അവിടെ താഴെ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിന്റെ അടുത്ത് വരാൻ വന്നു. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ഭാഗ്യമായിരുന്നു. അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് വന്നിട്ടില്ല. അപ്പൊ ശരിക്കും ഇവർ ആ സൈഡൊന്നും ബോഡി കിട്ടിയെന്ന് പറയുന്ന ഏരിയയിലേക്ക് നിന്നിരുന്നത്. ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആദ്യം നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് നടത്തി. അപ്പൊ തന്നെ പരിശോധിച്ചാണ്. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അത്യാവശ്യം ചെരുവാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തമാകെ ഇറങ്ങി പരിശോധന. അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തി പറയുമ്പോൾ അതിലൊരു പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്? ഞാൻ നേരിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ്. എന്തായാലും കുടുംബം വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. വലിയ പരിശോധന ആവശ്യമാണ്. കുടുംബത്തിൻ്റെ ആശങ്ക പരിഹരിക്കണം. കാരണം ആ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ദുരൂഹതകൾ ഇതിൽ അവശേഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായി ഇത് മാറുകയാണ്. കുടുംബത്തിൻ്റെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുള്ള ഇടപെടൽ കൂടി വേണ്ടിവരും ഇതില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കർണാടക സർക്കാർ വിഷയത്തിൽ ആ തരത്തിൽ കൂടി ഇടപെടുന്നുണ്ട്. ദുരൂഹതകളേറെയുണ്ട്. ഇപ്പോൾ ബോഡി മുകളിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ കൂടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, മലയാളികൾ
കേരളത്തിൽ നിന്ന് കൂടുതൽ സർക്കാരിൻ്റെ ഭാഗമായ ആരെങ്കിലും പ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ഇടപെടൽ കൂടി അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുട്ടി ശ്രീനന്ദ എങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടു. ഒരു സ്വാഭാവിക അപകടമല്ല ഉണ്ടായതെന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. അതിന് കാരണം ശ്രീനന്ദ അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് മിസ്സായി പോയി ഇങ്ങനെ അപകടത്തിൽപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ സംശയം. അത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്ന കാര്യവും. എന്തായാലും ഇക്കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം. കാരണം മരണത്തിലേറെ ദുരൂഹതകളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയെ കാണാതായി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് 3-4 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ബോഡി കിട്ടുന്നത്. നേരത്തെ തന്നെ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ പല സംശയങ്ങളുണ്ടായിരുന്നു. ആദ്യം കുട്ടി എവിടെയെങ്കിലും വീണു പോയതോ മറ്റോ ആണോ എന്ന സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയത്തിലേക്ക് കുടുംബം എത്തുന്നത്. ആ സംശയം കേന്ദ്രീകരിച്ച് അതൊരു പരാതിയായി തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇക്കാര്യം ഉണ്ടാകുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, കേരളത്തിലെ അധികൃതരുടെ ഏതെങ്കിലും ഇടപെടൽ, ജനപ്രതിനിധികളോ മറ്റോ ഇടപെടുകയോ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയോ ഉണ്ടോ? എന്താണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം പറയുന്നത് സൈത്തെ. കാരണം ഇവരുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ സംസാരിക്കുമ്പോഴും അവരുള്ളത്. കാരണം അവർക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് രാവിലെ വരെ അവർ പറയുന്നത് ഈ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഒരു ഷട്ടർ കടയുടെ പിറകിൽ ഈ പോലീസ് മണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഈ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി പാർപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ ഒരു മരണം ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയെ കിട്ടുമെന്ന്. കാരണം പ്രധാനമായും പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയ ആ സ്ഥലം എന്ന് പറയുന്നത് അത് കൃത്യമായി അവർ പറയുന്നുണ്ട്. അത് നമ്മുടെ ഫോണിൽ വിളിച്ചപ്പോഴും അവർ അത് പങ്കുവച്ചു. കാരണം ആ സ്ഥലം അരിച്ചു പെറുക്കിയതാണ് ഇവരെല്ലാം കൂടി. അത് ഫയർഫോഴ്സും അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അരിച്ചു പെറുക്കിയപ്പോഴും അവിടെ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു മൃതദേഹം ഇപ്പോൾ കാണുന്ന സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇവരെ ഈ കൂട്ടത്തിൽ നിന്നും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അരുതാത്ത എന്തെങ്കിലും ചെയ്ത് അപകടം ഈ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചാണോ എന്നൊരു സംശയമാണ് ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നത്. അതിനൊരു ഉത്തരം വേണമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഇതിൽ ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അവ്യക്തത തുടരുന്നു വേണം പറയാൻ. മൃതദേഹം ഏതായാലും കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ അവർക്ക് ഇല്ലാതായിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ താങ്ങാനാവാത്ത ഒരു ദുഃഖമാണ്. കാരണം ഈ ഒരു സംഭവം നടന്നത് മുതൽ ഈ സമയം വരെ ഈ സ്ഥലത്ത് ചെക്മംഗളൂരുവിൽ തന്നെ താമസിച്ച് വലിയ തോതിൽ അന്വേഷണത്തിന് പോലീസിന് പരാതി നൽകിയും നമുക്കറിയാം ഇത്രയും ദൂരം ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. പോലീസ് സ്റ്റേഷനായാലും നമുക്ക് കർണാടകയിലെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം വന്നാൽ അതിൽ ഗൗരവം വരണമെങ്കിൽ എത്ര അവർക്ക് താമസിക്കുമെന്ന് നമുക്ക് പല അനുഭവങ്ങളും പല വാർത്തകളും നമുക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ കൃത്യമായ ഇടപെടൽ നടത്തി. ഇന്നാണ് ഇതിന് ഒരു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ഈ ഒരു തെരച്ചിൽ ഊർജിതമായ ഒരു തെരച്ചിലിന് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ തന്നെ ഈ മൃതദേഹം ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇതിൽ ഒരു ഉത്തരം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. ഏതായാലും ഇതിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വളരെ പ്രധാനമാണ്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുറത്തു നിന്നുള്ള ആരെങ്കിലും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ അപായപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഈ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാണോ? ഒരു സാഹചര്യത്തിലും അവിടെ കുട്ടി എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. സൈത്ത്, അതാണ് കുടുംബത്തിന്റെ സംശയം. അത് തന്നെയാണ്. നമുക്കും ജനപ്രതിനിധികളെ ഞങ്ങളും ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. കാരണം ഇത് നമ്മൾ ആദ്യം കേട്ടതുപോലെയല്ല, വലിയ തരത്തിലേക്ക് ദുരൂഹത ഉയർത്ത രീതിയിലേക്ക് ഈ വിഷയം മാറുകയാണ്. കർണാടകയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ചാണ് ഒരു മലയാളി പെൺകുട്ടിക്ക് ഇത്തരമൊരു അപകടമുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.